നമ്മളുടെ രീതികൾ, നമ്മളുടെ ഐഡിയാസ്, നമ്മളുടെ പ്രിൻസിപ്പിൾസ്, നമ്മളുടെ ടേസ്റ്റ്, നമ്മളുടെ സ്റ്റൈൽ എല്ലാം നമ്മളുടെ സെൽഫ് വർത്ത് ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യങ്ങളല്ലേ അല്ലേ? അപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ എന്താ സംഭവിക്കുന്നത്? സെൽഫ് വർത്ത് കുറയും. സെൽഫ് വർത്ത് കുറയും. വൈ? ബിക്കോസ് ഇയാൾ നമ്മളുടെ എല്ലാ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും ഇല്ലേ? എല്ലാ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മളുടെ ഗുണത്തിന് വേണ്ടിയാണോ? ഇസ് ഇറ്റ് ഫോർ അവർ ഗുഡ്? നോ. ഇറ്റ് ഈസ് ബിക്കോസ് ദാറ്റ് പേഴ്സൺ വാണ്ട്സ് അസ് ടു ബി അണ്ടർ ദെം ഓർ ടു ബി വാട്ട് ഹീ സീസ് ദറ്റ് പേഴ്സൺ. അവരുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ നിൽക്കണം. അതാണ് ടോക്സിക് റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ലോങ് ടേം ഇഫക്ട്സ് എന്താണ്? വാട്ട് ഹാപ്പൻസ്? നമ്മൾ ചിലപ്പം ഭയങ്കര നല്ല കുട്ടിയായിട്ട് അല്ലെങ്കിൽ നല്ല പാവം കുട്ടിയായിട്ട് വി വിൽ കണ്ടിന്യൂ ദിസ് റിലേഷൻഷിപ്പ് ഫോർ എ ലോങ് ടൈം, നോട്ട് നോയിങ് ദാറ്റ് ഇങ്ങനത്തെ ഒരാൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു, നമ്മളുടെ ഡിസിഷൻസിനെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമ്മൾ അങ്ങനെ കണ്ടീഷനായിട്ട്, പിന്നെ നമ്മൾ പറയത്തില്ലേ, ഇപ്പം നമ്മളൊരു പൂച്ചയെ വളർത്തുവാണെങ്കിൽ, പട്ടിയെ വളർത്തുവാണെങ്കിൽ ഫുൾ ടൈം ആ കേജിൽ തന്നെ നിൽക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ലേൺ ദ വേൾഡ് ഇസ് ദ കേജ്. പുറത്തിറങ്ങാൻ പേടിയായിരിക്കും. സെയിം വേ, ആ സെയിം കണ്ടീഷനിങ് ആണ് നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പം. വി ആർ കണ്ടീഷൻഡ് ടു ദാറ്റ് ലെവൽ. ഒരു നോർമൽ ആൾ വന്നാൽ പോലും വി വിൽ ബി ലൈക്ക് അയ്യോ വി വിൽ നോട്ട് നോ ഹൗ ടു റിയാക്ട്. അതുകൊണ്ടാണ് ടോക്സിക് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പം നമ്മളുടെ ഫ്രണ്ട് സർക്കിൾ കുറഞ്ഞു വരുന്നത്. വൈ? അത് നമ്മൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴും ആ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പം ആ പേഴ്സൺ, ദാറ്റ് മാൻ അല്ലെങ്കിൽ ദാറ്റ് ബോയ് എപ്പോഴും പറയും, നീ എൻ്റെ ഫ്രണ്ട്സിനോട് പോകണ്ട, നീ എൻ്റെ കൂടെ പോകും. അങ്ങനെ ഫുൾ ടൈം എന്തിനാ അവരോട് സംസാരിക്കുന്നത്? എൻ്റെ കൂടെ സംസാരിക്കുന്നത്, നീ എൻ്റെ ഫോൺ എടുക്കുന്നില്ലല്ലോ. അപ്പം നമ്മൾ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മളുടെ മെസ്സേജസ് സ്റ്റോപ്പ് ചെയ്യും, നമ്മളുടെ ഫ്രണ്ട്സ് ചാറ്റ്സ് എല്ലാം കുറയ്ക്കും, നമ്മളുടെ ഗ്രൂപ്പ് ചാറ്റ് എല്ലാം കുറയ്ക്കും. നമ്മൾ കുറച്ചുകൂടെ ഐസൊലേറ്റഡായി ജസ്റ്റ് ടു വൺ പേഴ്സൺ, അങ്ങനെ ആ രീതിയിലേക്ക് പോകും. സോ വാട്ട് ഹാപ്പൻസ്? ഇതിൻ്റെ ലോങ് ടേം പ്രശ്നം എന്താണ്? ഡിപ്രഷൻ വരാം. യെസ്, ഫ്രീഡം. നമ്മൾ ഫ്രീഡം എന്താണെന്ന് മറന്നുപോകും. വിൽ ബി സോ ട്യൂൺഡ് ടു ദിസ്. നമ്മളുടെ ഫ്രീഡം എന്താണെന്ന് നമ്മൾ മറന്നുപോകും. പിന്നെന്താണ്? സോഷ്യൽ ആങ്സൈറ്റി. വെരി ഗുഡ്. സോഷ്യൽ ആങ്സൈറ്റി. നമ്മൾ ഈ ഇമോഷണൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, സൈക്കോളജിക്കൽ അബ്യൂസിൻ്റെ വിക്ടിം ആകും വിത്തൗട്ട് നോയിങ്. നമ്മൾ വിചാരിക്കുന്ന ഇതെല്ലാം നമ്മളുടെ നല്ലതിന് വേണ്ടിയാണ് ആൾ ചെയ്യുന്നത്. പക്ഷേ വാട്ട് ഹാപ്പൻസ് ഇസ് നല്ല രീതിയിൽ ഇമോഷണൽ അബ്യൂസ് വരും. നിനക്ക് എന്നോട് സ്നേഹമില്ല, നീ ഇങ്ങനെ ചെയ്യുമോ, ഇങ്ങനെയാണ് അങ്ങനെയാണ്, പേരൻസ് അറിയാതെ നീ എനിക്കൊരു 10,000 rupees അയച്ചതാ, നമുക്ക് വേണ്ടിയല്ലേ, നമ്മളുടെ ഫ്യൂച്ചറിന് വേണ്ടിയല്ലേ. അപ്പോൾ നമ്മൾ ഓർക്കും യെസ്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ പേരൻസ് ഇല്ല, നമ്മളുടെ സഹോദരന്മാരില്ല, നമ്മളുടെ ഫ്രണ്ട്സ് ഇല്ല. ഈ റിലേഷൻഷിപ്പും ടീനേജ് ഇയേഴ്സും കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ ഭാഗം ഏതാണെന്ന് അറിയാമോ? ബ്രെയിനിന് 4 മെയിൻ ലോബാണ്. ഫ്രോണ്ടൽ, പറൈറ്റൽ, ടെമ്പറൽ, ഓക്സിപിറ്റൽ. കേട്ടോ? ഇതിൽ നമ്മളുടെ ഫ്രോണ്ടൽ ലോബാണ് നമ്മളുടെ ഡിസിഷൻസ്, പ്ലാനിങ്, എക്സിക്യൂട്ടീവ് കോംപ്ലക്സ് കാര്യങ്ങൾ, റിലേഷൻഷിപ്പിൽ ഇൻഹിബിഷൻ, കൺട്രോൾ എല്ലാം ഫ്രോണ്ടൽ ലോബാണ്. ഇത് എത്ര വയസ്സ് വരെ ഡെവലപ്പ് ചെയ്യുമെന്ന് അറിയാവോ? പറഞ്ഞു 20-25. കറക്റ്റ്. നമ്മൾ വിചാരിക്കും 17 വയസ്സാകുമ്പോൾ എല്ലാം സെറ്റ്, ബ്രെയിൻ ഡെവലപ്പായി, ഞാൻ ഫുൾ അഡൾട്ടായി. കാരണം 18 ആണല്ലോ നമുക്ക് മേജർ ആവുന്നത്, മൈനറിന് മേജർ ആവുന്നത്. അങ്ങനെയല്ല. അവർ ഫ്രോണ്ടൽ ലോബ് ആൻഡ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഇസ് സ്റ്റിൽ ഡെവലപ്പിംഗ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മളുടെ ടീനേജ് അഡോളസെൻ്റ് പ്രായത്തിൽ വരുന്ന റിലേഷൻഷിപ്സ് നമുക്ക് പ്രോപ്പറായിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റുമോ, പ്ലാൻ ചെയ്യാൻ പറ്റുമോ? നോ. ഫ്രോണ്ടൽ ലോബ് സ്റ്റിൽ ഡെവലപ്പിംഗ്. അതിപ്പോഴും ഇപ്പം 25 എത്തുന്ന വരെ നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആണല്ലോ. ടിൽ ദെൻ നമ്മൾ ഇച്ചിരി അൺസ്റ്റേബിളാണ്. നമുക്ക് അറ്റൻഷൻ കൂടുതൽ കിട്ടുന്ന സൈഡിൽ നിന്നും, ലവ് കൂടുതൽ കിട്ടുന്ന സൈഡിൽ നിന്നും നമുക്ക് മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്യും. ഇറ്റ് ഇസ് നാച്ചുറൽ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇയാൾ എനിക്ക് നല്ലതാണോ, സ്റ്റേബിൾ ആണോ അല്ലയോ നമുക്ക്
അറിയണം, നമ്മൾ മനസ്സിലാക്കണം. ചില ക്യാരക്ടേഴ്സ്, ചില ട്രേറ്റ്സ് നമുക്ക് വാർണിംഗ് സിഗ്നൽ ബ്രെയിൻ തരും, ഇത് ശരിയല്ലല്ലോ. പക്ഷേ നമ്മളുടെ മൈൻഡ് ലവ് ഇസ് ബ്ലൈൻഡ് ആയതുകൊണ്ട് മൊത്തത്തിൽ ഓക്കെയാണ്. ചില വാർണിംഗ് സിഗ്നൽസ് എപ്പോഴും നമുക്ക് തോന്നും ഇത് ഓക്കെ അല്ല, ശരിയല്ല. ബട്ട് നമ്മളുടെ ബ്രെയിൻ ഡെവലപ്പിംഗ് നടങ്ങുന്നുണ്ട്. ഇറ്റ്സ് ഡെവലപ്പിംഗ് ടിൽ 25 years of age. അപ്പം നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ഇതിൻ്റെ വേറൊരു ലെസനും ഉണ്ട്. നമ്മളിപ്പം ഒരു റിലേഷൻഷിപ്പിൽ പോകുമ്പം ഡെഫിനറ്റ്ലി നമ്മളിപ്പം 13 വയസ്സിൽ അല്ലെങ്കിൽ 14 വയസ്സിൽ വരുന്ന റിലേഷൻഷിപ്പ് അയാളെ കല്യാണം കഴിക്കുമോ? അത്രയും ലോങ് നമ്മൾ 25 എത്തുന്നവരെ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോവും. സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്ന നമ്മൾ കല്യാണം കഴിക്കുന്ന ആൾ യൂഷ്വലി ഇറ്റ് വിൽ ബി അനദർ പേഴ്സൺ. നമ്മൾ റിലേഷൻഷിപ്പിൽ ഫോളോ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കത്തില്ല മോസ്റ്റ് ഓഫ് ദി ടൈം. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു മെയിൻറ്റെയിൻ റിലേഷൻഷിപ്സ്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഒരു റിലേഷൻഷിപ്പിലിരിക്കുമ്പം അത് ബ്രേക്കപ്പ് ആകുമ്പം കുറേ കാര്യങ്ങൾ നമുക്ക് റെട്രോസ്പെക്റ്റീവ്ലി നമ്മൾ ചിന്തിക്കും. അവൻ എങ്ങനെ ആയിരുന്നു, അവൻ ഇങ്ങനെ, ഞാൻ എന്തിനാ അങ്ങനെ പോയത്, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തത്. ബാക്ക് തിങ്കിങ് നമുക്ക് നമ്മളുടെ ഫ്രോണ്ടൽ ലോബ് ആ സമയത്ത് വർക്ക് ചെയ്യും. അപ്പം എന്ത് സംഭവിക്കും? അടുത്ത റിലേഷൻഷിപ്പിലേക്ക് ചാടുമ്പം നമ്മൾ കുറച്ചുകൂടെ സൂക്ഷിക്കും, ഇല്ലേ? അതോ ബ്ലൈൻഡായിട്ട് അതിലും ചാടുമോ? ഇല്ല. സോ ആർ ബ്രെയിൻ ഇസ് എ വെരി വെരി ഗുഡ് എക്സിക്യൂട്ടീവ് ഓർഗൻ എന്ന് പറയാം. നമ്മളിപ്പം പ്രശ്നങ്ങളാവും, റിലേഷൻഷിപ്സ് ഉണ്ടാവും, റിലേഷൻഷിപ്സ് ബ്രേക്കപ്പ് ആവും. ഇറ്റ് ഈസ് എ നാച്ചുറൽ വേ ഓഫ് ലൈഫ്. പക്ഷേ ടോക്സിക് റിലേഷൻഷിപ്സ്, ടോക്സിക് ആൾക്കാർ, നാർസിസ്റ്റ് പേഴ്സണാലിറ്റീസ്. ഈ നാർസിസം എന്താണെന്ന് അറിയാമോ? കേട്ടിട്ടുണ്ടോ ദിസ് വേർഡ് നാർസിസം? വൈറലായിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ വൈറലാവും ഈ വാക്ക് നാർസിസം. സൈക്കാട്രി അസുഖങ്ങൾ പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ യു ഹാവ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റീസ്, ഡിപ്രസീവ് പേഴ്സണാലിറ്റീസ്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റീസ്, ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റീസ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി പറയുന്നൊരു സംഭവമുണ്ട്. അത് കുറച്ച് വായിക്കേണ്ടതാണ്. ബിക്കോസ് നമ്മളുടെ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ആ പേഴ്സണാലിറ്റിയുടെ ഫീച്ചേഴ്സ് കാണും. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിൽ നിന്നുള്ള നമ്മളുടെ ഹാബിറ്റ്സ്, നമ്മളുടെ ക്യാരക്ടർ, അതാണ് നമ്മളുടെ പേഴ്സണാലിറ്റി. അത് നമ്മൾ 25 years of age എത്തുന്ന വരെ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഈ നാർസിസ് പറയുന്ന ആൾക്കാർ ദേ ആർ വെരി ചാമിങ് എന്ന് വെച്ചാൽ എല്ലാവരും നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ അറിയാം. അവരുടെ റിലേഷൻഷിപ്സ് ഭയങ്കര സൂപ്പർഫിഷ്യലാണ്. സൂപ്പർഫിഷ്യൽ റിലേഷൻഷിപ്സ് എന്ന് വെച്ചാൽ ഹായ് ബൈ, സുഖമാണോ, സുഖമാണ്, ടാറ്റ ബൈ ബൈ. ഉള്ളിലുള്ള ഡെപ്തുള്ള റിലേഷൻഷിപ്പ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇച്ചിരി പാടാണ്. ഓക്കെ. നാർസിസം വേറൊരു ക്യാരക്ടർ അവർക്കുള്ളത്, ദേ ആർ ഓൾവേസ് തിങ്കിങ് അബൌട്ട് ദെംസെൽസ്. അവരെ പറ്റിയാണ് അവർ ആലോചിക്കുന്നത്. ഇപ്പം റിലേഷൻഷിപ്പ് ആണെങ്കിലും, ഇപ്പം വൈഫാണെങ്കിലും, ഹസ്ബൻഡ് ആണെങ്കിലും, കുട്ടിയാണെങ്കിലും അവരെല്ലാം സെക്കൻഡറി ഉള്ളൂ. ഞാൻ എൻ്റെ കാര്യം ആദ്യം ആലോചിക്കും. ആൻഡ് ദേ ഓൾവേസ് ഫീൽ ദാറ്റ് അവരാണ് ഏറ്റവും ടോപ്പിൽ, ബാക്കി എല്ലാവരും എൻ്റെ താഴെയാണ്, എൻ്റെ കീഴിലാണ്. അപ്പം ഈ നാർസിസ്റ്റ് ആൾക്കാർ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പം എന്താണ് സംഭവിക്കുന്നത്? റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പം ഈ സെക്കൻഡ് ആൾ, റിലേഷൻഷിപ്പിലേക്ക് ആവുന്ന ആൾ അവരെ ഭയങ്കരമായിട്ട് സെക്കൻഡറി ആയിട്ട് കൺസിഡർ ചെയ്യും. ഞാൻ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കും, നീ എന്ത് ചെയ്യണം ഞാൻ തീരുമാനിക്കും, നീ എന്തിടണം, നീ എവിടെ ഉറങ്ങണം, നീ ആരോട് സംസാരിക്കണം, പൈസയുടെ കാര്യത്തിൽ എല്ലാം ഒരു കൺട്രോൾ ബിഹേവിയറാണ് അവർക്കുള്ളത്. ആൻഡ് ദേ ഫീൽ ദാറ്റ് ഇത് എനിക്ക് ചെയ്യാൻ പറ്റും, കാരണം ഞാനാണ്, ഐ എം സമ്മൺ ഗ്രേറ്റ്. അവർക്ക് ഉൾക്കാഴ്ച പറയുന്നൊരു സംഭവമേ ഇല്ല. ഞാൻ ഇത്രയും വേണോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. ദേ ഡോണ്ട് ഹാവ് എനി ഇൻസൈറ്റ്. ഉൾക്കാഴ്ച പറയുന്നൊരു സംഭവമില്ല. ദേ ഫീൽ ദാറ്റ് അതേഴ്സ് ആർ ദ പ്രോബ്ലം, ഞാൻ സൂപ്പറാണ് ഇൻ ദ സ്റ്റേറ്റ് ദാറ്റ് ഭയങ്കര നെഗറ്റീവ് ആണെങ്കിലും അവർക്ക് അവരുടെ മേലിലൊരു ബ്ലെയിം അവർ കൊടുക്കത്തില്ല. ഐ എം നോട്ട് ദ പ്രോബ്ലം, യു ആർ ദ പ്രോബ്ലം. എപ്പോഴും അങ്ങനെയാണ്, പോയിൻറ്റിങ് ടുവേർഡ്സ് ദി അതേഴ്സ്, നോട്ട് ദെം. അപ്പോൾ ഈ ഗ്യാസ് ലൈറ്റിംഗ്, ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയാണോ നമ്മൾ എപ്പോഴും നോക്കും. ഇവരുടെ പ്രശ്നം വെച്ചാൽ നാർസിസ്റ്റ് പേഴ്സണാലിറ്റീസ് ക്യാൻ ബി വെരി ഡേഞ്ചറസ്.
ഗ്യാസ് ലൈറ്റിംഗ് പറയുന്നത് എന്താണ്? ഗ്യാസ് ലൈറ്റിംഗ് കേട്ടിട്ടുണ്ടോ? ഇല്ല? ഓക്കെ. നമ്മളിപ്പോൾ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഇങ്ങനെ പോവുകയാണ്, സ്റ്റഡി ആയിട്ട് പോവുകയാണ്. കുറച്ച് കൺട്രോളിങ് ആണ്, കുറച്ച് നമ്മളുടെ ഡിസിഷൻസിനെയും നമ്മളുടെ ഐഡിയാസിനെയും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളാണ്. ഇപ്പം റിലേഷൻഷിപ്പ് ആകുമ്പം പുള്ളി നമുക്ക് അറ്റൻഷൻ കൊടുക്കുന്നു, നമ്മൾ പുള്ളിക്ക് അറ്റൻഷൻ കൊടുക്കുന്നു, സ്നേഹം ഇങ്ങോട്ട് മാറുന്നു, എല്ലാം ഓക്കെയാണ്. സഡൻലി നോ കോണ്ടാക്ട്. നമ്മൾ എത്ര മെസ്സേജ് ചെയ്യുന്നു, എത്ര വിളിക്കുന്നു, നമ്പർ എടുക്കുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. ആ സമയം വരെ 100% അങ്ങോട്ടും ഇങ്ങോട്ടും ലവ് ആയിരുന്നേ. ഒരു സ്പ്ലിറ്റ്, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 24 hours ഒരു കോണ്ടാക്റ്റും ഇല്ല, മെസ്സേജ് അയക്കുന്നില്ല, മെസ്സേജസിന് റിപ്ലൈ ഇല്ല, ഫോൺ വിളിക്കുമ്പം ഫോൺ എടി ഞാനിപ്പം ബിസിയാണ്, കട്ട്. അതിനാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. When the person doesn't contact you or make ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ ഇഷ്ടമല്ല, താല്പര്യമല്ല, ആൻഡ് ഹി ബ്ലോക്സ് ഇറ്റ് സഡൻലി, ഗിവിങ് യു നോ റീസൺ വൈ. വൈ ഡസ് ദിസ് ഹാപ്പൻ? ഗ്യാസ് ലൈറ്റിംഗ് എന്തുകൊണ്ട് സംഭവിക്കും? ഇസ് ഇറ്റ് ബിക്കോസ് ഓഫ് യുവർ ഫോൾട്ട്? നമ്മളുടെ തെറ്റുകൊണ്ടാണോ ഗ്യാസ് ലൈറ്റിംഗ് സംഭവിക്കുന്നത്? അല്ല. ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫീച്ചറാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് നടക്കുന്നത്. ദിസ് പേഴ്സൺ വുഡ് ഹാവ് ഫൗണ്ട് അനദർ പേഴ്സൺ. മനസ്സിലായോ? അപ്പം നമ്മളെ വേണ്ട. ആൻഡ് ദി ഈസിയസ്റ്റ് തിങ്, കാരണം ഇയാൾക്കൊരു പ്രിൻസിപ്പിളോ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മളെ വിളിക്കുക, നമ്മൾക്ക് റീസൺ കൊടുക്കുക, എടി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടാണ്, പ്രശ്നമാണ്, ബ്ലാ ബ്ലാ ബ്ലാ, ഒരു റീസൺ വരെ കൊടുക്കാത്ത ഒരു മനുഷ്യനാണ് ഇയാൾ. He doesn't find it necessary. Why? Because he has found someone else. And he doesn't give that much self-worth to you. ഇതിനാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഇപ്പോഴത്തെ റിലേഷൻഷിപ്സ്. കാരണം ഇപ്പോഴത്തെ ലോകം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി ഫാസ്റ്റ് പേസ്ഡ് വേൾഡ് അല്ലേ? അപ്പം റിലേഷൻഷിപ്സും അങ്ങനെ ഫാസ്റ്റ് പേസ്ഡ് ആവും. പെട്ടെന്ന് എക്സൈറ്റ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്കപ്പ് ആവും. ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. സസ്റ്റെയിൻഡ് ആയ റിലേഷൻഷിപ്സിനെ കൊണ്ടുപോകാൻ ഇച്ചിരി പാടാണിപ്പം. അത്രയും ഡെഡിക്കേറ്റഡ് അല്ലെങ്കിൽ അത്രയും സെൽഫ് വർത്ത് ഉള്ള ആൾക്കാർക്കാണ് കുറച്ച് സ്റ്റേബിൾ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മൾ സെൽഫ് വർത്ത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും? നമ്മൾ ഉള്ളിലുള്ള ഐഡൻറ്റിറ്റി, ഉള്ളിലുള്ള ആ ഒരു പ്രിൻസിപ്പിൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും? നമ്മൾ ഇൻസെക്യൂർ ആയിട്ട് കാണുന്ന എല്ലാം എനിക്ക് ലവാണ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ നല്ലതാണോ? ഇസ് ദാറ്റ് ഗുഡ്? നോ. വി ആർ സ്ട്രോങ്, ബോൾഡ് വിമൺ അല്ലേ? ലീഡേഴ്സ് ഓഫ് ടുമോറോ ആണല്ലോ. ആ ഒരു സെൽഫ് വർത്ത് എങ്ങനെ കണ്ടിന്യൂ ചെയ്യും? ഹൗ ഡു യു കൾട്ടിവേറ്റ് ഇറ്റ്? ഹൗ ഡു യു ബ്രിങ് ഇറ്റ് അപ്പ്? നമ്മളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വാട്ട് ഡു യു ഫൈൻഡ് യുവർ സെൽഫ് ക്വൈറ്റ് പാഷനറ്റ് അബൌട്ട്? പഠിത്തം ഇസ് ഓൾവേസ് ദെയർ. അപ്പം നമ്മൾ 10+2 കഴിഞ്ഞിട്ട് പിന്നെ കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ PG ആയി. ദാറ്റ് ഈസ് ഓൾവേസ് പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഇസ് ദർ എനി അതർ ആക്ടിവിറ്റി ദാറ്റ് യു ലൈക്ക്? എനി അതർ. ഇപ്പം സ്പോർട്സ് ആവാം, റൈറ്റിംഗ് ആവാം, പോയിട്രി ആവാം, കളറിങ്, പെയിൻറ്റിങ്, സിംഗിങ്, ഡാൻസിങ്, ഡ്രാമ, എനി അതർ ഫൈൻ ആർട്സ്, പെർഫോമിംഗ് ആർട്സ്. എന്തെങ്കിലും നമുക്ക് ഇഷ്ടമാണോ, എന്തെങ്കിലും പാഷനറ്റ് ആണോ, അതൊന്ന് ഡെവലപ്പ് ചെയ്യണം. ദാറ്റ് ഈസ് ഓൾവേസ് വെരി ഹെൽപ്ഫുൾ. ഇപ്പം നമുക്കൊന്നും ഇൻട്രസ്റ്റ് അങ്ങനെ ഒന്നുമില്ല. എക്സസൈസ് നമ്മൾ പറയും, എനിക്ക് ബോഡിയൊക്കെ ഉണ്ട്, എന്തിന് എക്സസൈസ്? അല്ലെങ്കിൽ ഈ പ്രായത്തിൽ എക്സസൈസ് ഒന്നും വേണ്ട. ഹൗ ഡസ് എക്സസൈസ് ഹെൽപ്പ് യുവർ ബോഡി? എക്സസൈസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യും, എങ്ങനെ ഹെൽപ്പ് ചെയ്യും ബ്രെയിനിനെ? നമ്മളുടെ ഇപ്പം പഠിക്കാനിരിക്കുമ്പം നമ്മളുടെ ബ്രെയിൻ ഭയങ്കര ആക്റ്റീവാണ്. കാരണം എല്ലാം വലിച്ചെടുക്കണമല്ലോ, മെമ്മറീസ് എല്ലാം കൺസോളിഡേറ്റ് ചെയ്യണം, സ്ട്രോങ് ആക്കി വെക്കണം. അപ്പം ഏത് കെമിക്കലാണ് മെമ്മറിക്ക് വേണ്ടി നല്ലത്? അസറ്റൈൽ കോളിൻ പറയുന്നൊരു കെമിക്കലുണ്ട് ബ്രെയിനിൽ. ദർ ഇസ് ഓൾസോ ഡോപ്പമിൻ, എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ, സെറോട്ടോണിൻ. അപ്പോൾ ഇതെല്ലാം എക്സസൈസ് ചെയ്യുമ്പം ഇതിൻ്റെ എല്ലാ റേറ്റ് കൂടും. ദി ഇൻറ്റൻസിറ്റി ഓഫ് ദീസ് ഹോർമോൺസ് വിൽ ഇൻക്രീസ്. അപ്പം യു ഫീൽ ഗുഡ്. അതിപ്പോൾ ഒരു ദിവസം എക്സസൈസ് ചെയ്തിട്ട് പിന്നെ ഒരു മാസം എക്സസൈസ് ഞാൻ ചെയ്യുന്നില്ല, അങ്ങനെയല്ല. ഇറ്റ് ഷുഡ് ബി എ കൺസിസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ
ഒരു ഡെയിലി അറ്റ്ലീസ്റ്റ് 15 to 20 minutes. പോട്ടെ, എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു നമുക്ക് മുറ്റമുണ്ടല്ലോ വീട്ടിൽ, ഒന്ന് നടക്കാൻ പോകും. ജസ്റ്റ് ഒരു വാക്ക് ഇൻ ദി ഔട്ട്സൈഡ് നേച്ചർ, ദാറ്റ് ഇറ്റ് സെൽഫ് വിൽ ഹെൽപ്പ് ഇൻ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്. ബ്രെയിനിൻ്റെ കെമിക്കൽസിൻ്റെ റേറ്റും ഇൻറ്റൻസിറ്റിയും കൂട്ടാനായിട്ട് സഹായിക്കും. ആൻഡ് നമ്മളുടെ ഫീൽ ഗുഡ് ഹോർമോൺ എന്ന് പറയുന്നത് എൻഡോർഫിനാണ്. നമുക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പം, ഐസ്ക്രീം കഴിക്കുമ്പോൾ ഒരു സന്തോഷം വരത്തില്ലേ? ദാറ്റ് ഫീൽ ഗുഡ് ഇസ് ബിക്കോസ് ഓഫ് എൻഡോർഫിൻ. എൻഡോർഫിൻസും നല്ല രീതിയിൽ റിലീസാവും. ഓക്കെ, പിന്നെ ജസ്റ്റ് ഫ്യൂ വേർഡ്സ് ഓൺ ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി, അതൊക്കെ എന്താണ്, എങ്ങനെയാണ് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? കാരണം ഇറ്റ് ഈസ് വെരി കോമൺ ഇൻ യങ്സ്റ്റേഴ്സ് നൗ ആൻഡ് വി നീഡ് ടു നോ. സാഡ്, ദാറ്റ് ഈസ് ദ മെയിൻ ഫീച്ചർ. ഒരു പെർമനൻറ്റ് സ്റ്റേറ്റ് ഓഫ് സാഡ്നെസ് കേട്ടോ. അപ്പം നല്ല സന്തോഷത്തിലിരിക്കുന്ന കുട്ടി പെട്ടെന്ന് ഡല്ലാവുന്നു, എന്ന് വെച്ചാൽ ബൾബ് ഓഫായ പോലെ. ചില ആൾക്കാർക്ക് സാഡ്നെസ്സിന് പകരം ചിലപ്പം ദേഷ്യമായിരിക്കും വരുന്നത്, ആങ്കർ. രണ്ട് എക്സ്ട്രീമിലും മൂഡ് വരാം. പിന്നെ ഇതിൻ്റെ കൂടെ എന്താ, ഒരു ദിവസം എനിക്ക് സങ്കടമാണ്, മറ്റേ ദിവസം ഞാൻ ഓക്കെയാണ്, ഞാൻ ഡിപ്രസ്ഡ് ആണോ? അല്ല. ദാറ്റ് കുഡ് ബി നമ്മളുടെ മൂഡ് ഫ്ലക്ച്വേഷൻ, നമ്മളുടെ സ്ട്രെസ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂ, അല്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറഞ്ഞു, അതിൻ്റെ സാഡ്നെസ്. അത് ജസ്റ്റ് ഒരു മൊമെൻ്ററിയാണ്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എത്ര ദിവസം അങ്ങനെ സാഡ്നെസ് നിൽക്കണം? ഒരു വർഷം വേണോ? വേണ്ട, 2 ആഴ്ച, 2 weeks. ഒരു പെർമനൻറ്റ് സ്റ്റേറ്റ് ഓഫ് സാഡ്നെസ് ഫോർ അറ്റ്ലീസ്റ്റ് 2 weeks ഓർ മോർ. ഈ സാഡ്നെസ്സിൻ്റെ കൂടെ എന്തൊക്കെ വരും? ഡിപ്രസ്ഡ് ആകുമ്പം നമ്മൾ എങ്ങനെയാണ്? ഫിസിക്കലി ആക്റ്റീവാണോ? അല്ല, ഡള്ളാണ്. അപ്പം നമുക്ക് എനർജി ഭയങ്കര കുറവാണ്. പിന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും ഇൻട്രസ്റ്റ് കിട്ടുമോ? ഇല്ല, ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല. ഇപ്പം പഠിക്കുന്ന കുട്ടിയാണ്, പഠിക്കുന്നില്ല, എക്സാം പൊട്ടി പോവാണ്, ഹോംവർക്ക് അസൈൻമെൻറ്റ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സ്വന്തമായിട്ട് കുളിക്കാൻ, ബ്രഷ് ചെയ്യാൻ, ഭക്ഷണം കഴിക്കാൻ, ഡ്രസ്സ് മാറാൻ ഒന്നിനും ഇൻട്രസ്റ്റ് വരുന്നില്ല. നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയാണ്, ഒന്നും തലയിൽ കയറുന്നില്ല, ബുക്ക് പേപ്പർ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നും തലയിൽ കയറുന്നില്ല. പിന്നെ ഭാവിയെ പറ്റി ഓർക്കുമ്പം ഒരു ടെൻഷൻ. എന്ത് ടെൻഷൻ? ഓ, ഞാനൊന്നും ആവത്തില്ല, ടപ്പ്. അല്ലെങ്കിൽ ഭാവിയെ പറ്റി ഓർക്കുമ്പം ശൂന്യം. യു ഡോണ്ട് തിങ്ക് ഓഫ് എനിത്തിങ്, യു ഫീൽ ദാറ്റ് യുവർ ഫ്യൂച്ചർ ഇസ് എ ബിഗ് സീറോ. ഭയങ്കര ഹോപ്പ്ലെസ് ആവുക. ഇതൊക്കെയാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇതൊരു സീരിയസ് പ്രശ്നമാണോ ഡിപ്രഷൻ? ആണ്. എന്തുകൊണ്ട്? എന്ത് പറ്റും? ഇത് നമ്മളിങ്ങനെ ഡിപ്രസ്ഡായി ഇരിക്കുമ്പം പറഞ്ഞേ, സൂയിസൈഡ്. നമ്മളിപ്പോഴും ഇപ്പം മേജറായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ചിൽഡ്രനിൽ സൂയിസൈഡ്സ്. സൂയിസൈഡ്സ് ക്യാൻ ഹാപ്പൻ ബിക്കോസ് ഓഫ് ഡിപ്രഷൻ. അല്ലാതെയും സംഭവിക്കാം. ഒരു മൊമെൻറ്റിൽ നമുക്ക് സ്ട്രെസ്സ് വരുമ്പം എനിക്ക് വേറെ വഴിയില്ല, നിവൃത്തിയില്ല, ഇറ്റ്സ് ബെറ്റർ ദാറ്റ് ഐ എം ഡെഡ്. പക്ഷെ അതൊരു ഇമ്പൾസീവാണ്, പെട്ടെന്ന് എടുത്തു ചാടി എടുക്കുന്ന ഡിസിഷൻസാണ്. ഡിപ്രസ്ഡ് ആകുമ്പം അങ്ങനെയല്ല. എന്ത് ചെയ്യും? നമ്മൾ പ്ലാൻ ചെയ്യും. നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ആർക്കും ഒരു ശല്യമാവാതെ രീതിയിൽ, കാരണം നമ്മളെല്ലാവർക്കും ഒരു ഭാരമാണല്ലോ ആ ടൈമിൽ ഡിപ്രസ്ഡ് ആകുമ്പോൾ. നമ്മൾ ഡിപ്രഷനിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, ഇഞ്ചക്ഷനൊക്കെ കൊടുക്കണം, ടാബ്ലറ്റ് 3 നേരം കൊടുക്കണം. അങ്ങനെയാണോ? ആണോ? അല്ല. പിന്നെ എന്ത് ചെയ്യണം? പറഞ്ഞു, റിലാക്സ് ആകണം. പക്ഷെ ആ ഒരു സ്റ്റേറ്റിൽ നമ്മളുടെ മൈൻഡ് ഭയങ്കര ലോ ആണല്ലോ. അപ്പം ബ്രെയിനിന് റിലാക്സ് ആവാൻ പറ്റുമോ? ഇറ്റ് ഈസ് എ ഗുഡ് തിങ്, റിലാക്സ് ആവണം. എങ്ങനെയാണ് റിലാക്സ് ആവുന്നത്? സോങ്സ് കേൾക്കാം, ഓക്കെ. പിന്നെ ഫ്രണ്ട്സിനോട് സംസാരിക്കുക, ഗുഡ്. അപ്പം സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ യോഗ, വെരി ഗുഡ്. പിന്നെ ഇവിടെയാണ് ഒരു കൗൺസിലിംഗ് അതിൻ്റെ ഒരു ഹെൽപ്പ് നന്നായിട്ട് വരുന്നത്. ഫോർ മൈൽഡ് ടു മോഡറേറ്റ് ഡിപ്രഷൻ മെഡിക്കേഷൻസ് അല്ല ട്രീറ്റ്മെൻറ്റ്. സൈക്കോതെറപ്പി എന്ന് പറയും. സൈക്കോതെറപ്പി വേറൊന്നും അല്ല, കൗൺസിലിംഗ് തന്നെ, വിച്ച് ഇസ് ഡൺ വിത്ത് എ ട്രെയിൻഡ് തെറപ്പിസ്റ്റ്. ഒരു ട്രെയിൻഡ് കൗൺസിലർ വേണം. നമ്മളുടെ പ്രശ്നങ്ങൾ, നമ്മളുടെ മൂഡും കാര്യങ്ങളൊക്കെ പുള്ളിയോടോ പുള്ളിക്കാരിയോടോ സംസാരിക്കണം. നമ്മൾ ജസ്റ്റ് ചുമ്മാ സംസാരിക്കുമല്ല, they will help you understand your emotions better. ഇത് പിന്നെ
ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടും നമുക്ക് മൂഡൊന്നും മാറുന്നില്ല എന്നാണെങ്കിൽ മാത്രമേ നമ്മൾ മെഡിക്കേഷൻസിൻ്റെ കാര്യങ്ങളിലേക്ക് പോകും. ആദ്യം ചാടി കയറി ആരും മെഡിക്കേഷൻസ് കൊടുക്കത്തില്ല. യു സ്റ്റാർട്ട് വിത്ത് കൗൺസിലിംഗ് ആൻഡ് കാര്യങ്ങൾ. ആങ്സൈറ്റി എന്താണ്? എല്ലാ ചെറിയ കാര്യത്തിലും നമ്മൾ വലിയൊരു കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കാം. അപ്പം നാളെ എക്സാമാണ്, അതിനായിട്ട് ടെൻഷൻ വരും. അത് ആങ്സൈറ്റി ആണോ? ആങ്സൈറ്റി ആണോ അത്? നോ. വൈ? എക്സാം എല്ലാവർക്കും ഒരു സ്ട്രെസ് അല്ലേ? അതൊരു നോർമൽ സ്ട്രെസ് അല്ലേ? ആങ്സൈറ്റി, വറി എന്ന് വെച്ചാൽ വറി, നമുക്ക് ഒരു ടെൻഷൻ വരിക. ഇറ്റ് ഈസ് എ വെരി നാച്ചുറൽ ഫീലിംഗ് ഫോർ ദ ഹ്യൂമൻ ബോഡി. സ്ട്രെസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടെന്നാണ്. ടെൻഷൻ ഈസ് എ വെരി നാച്ചുറൽ ഫീലിംഗ്. കാരണം ഒരു സിറ്റുവേഷൻ വരുമ്പം ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നൊരു നാച്ചുറൽ ഫെനോമിനനാണ് ഈ വറി എന്ന് പറയുന്നത്, ടെൻഷൻ എന്ന് പറയുന്നത്. ഈ ടെൻഷൻ നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുവാണെങ്കിലാണ് അത് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ആങ്സൈറ്റി കാരണം നമ്മൾ എക്സാം എഴുതാൻ പോകത്തില്ല. അതൊരു പ്രശ്നമല്ലേ? സ്ട്രെസ്സ് കാരണം നമുക്ക് ടെൻഷൻ വരും, പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലും ഛർദ്ദിച്ച് ബാത്റൂമിൽ പോയി എല്ലാം പോയി നമ്മൾ എക്സാം ഹാളിൽ വരും, എക്സാം ബ്ലാങ്ക് ആവും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ എഴുതും. ദാറ്റ് ഈസ് എ നാച്ചുറൽ ഫെനോമിനൻ. ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ ടെൻഷൻ കൂടിക്കൂടി വന്നിട്ട് നമ്മൾ ബെഡിൽ തന്നെ കിടക്കും, എക്സാമിന് പോകത്തില്ല. സോ വാട്ട് ഹാപ്പൻസ്? യുവർ ഡെയിലി ആക്ടിവിറ്റീസ് ആർ ഗെറ്റിംഗ് അഫക്റ്റഡ്. അതാണ് ഈ എക്സസീവ് ടെൻഷൻ എന്ന് പറയുന്നത്. ആങ്സൈറ്റിയാണ്. എല്ലാ കാര്യത്തിലും ആങ്സൈറ്റി വരും ഇല്ല. അപ്പം ചില ആൾക്കാർക്ക് സോഷ്യലായിട്ട് സംസാരിക്കുമ്പോൾ കുറച്ച് ആങ്സൈറ്റി വരും, സ്റ്റേജിൽ കയറാൻ പേടി. അതെല്ലാവർക്കും വരും, കുട്ടികൾക്കും വരും. സ്റ്റേജിൽ കയറുമ്പോൾ കാലിങ്ങനെ വിറയ്ക്കുന്നു, പെട്ടെന്ന് ഗ്യാസ് കയറി വരുന്നു, പെട്ടെന്ന് ഛർദ്ദിക്കാൻ തോന്നുന്നു, പെട്ടെന്ന് തലറി അയ്യോ എമ്മയമ്മേ താഴെ വീഴുന്നു ആണല്ലോ. ദാറ്റ് ഈസ് സോഷ്യൽ ആങ്സൈറ്റി. സോഷ്യൽ സിറ്റുവേഷൻസിൽ വരുമ്പം വരുന്ന ഒരു ടെൻഷനാണ്. ഓക്കെ. സ്പെസിഫിക് ആങ്സൈറ്റി പറയുന്നൊരു സംഭവമാണ്. സോ ദാറ്റ് ഈസ് ഇപ്പം പാമ്പിനെ കാണുമ്പം അല്ലെങ്കിൽ പല്ലിയെ കാണുമ്പോൾ പെട്ടെന്നൊരു ടെൻഷൻ വരിക, അങ്ങനെ. പിന്നെ ചില ആൾക്കാർക്ക് വീട് വിട്ടിറങ്ങാൻ പേടി കാണും. അവരുടെ മനസ്സിൽ വീടാണ് അവരുടെ സേഫ് സ്പേസ്. പുറത്തിറങ്ങുമ്പോൾ അയ്യോ എനിക്ക് പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ പോകണം, പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ പോകണം, അയ്യോ ബസ് കയറുമ്പോൾ ഈ ബസ് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ ടെൻഷൻ. അപ്പം ദാറ്റ് ഈസ് അഗോറഫോബിയ എന്ന് പറയും. സോഷ്യൽ ആങ്സൈറ്റിയുടെ വേറൊരു ലെവലാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആങ്സൈറ്റി വരുന്നത് നോർമലാണ്. പക്ഷേ നമ്മളുടെ എല്ലാ കാര്യങ്ങളും അഫക്റ്റഡ് ആകുമ്പോഴാണ് അത് പ്രശ്നമുള്ള ആങ്സൈറ്റി വരുന്നത്. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ആങ്സൈറ്റിക്കും ഹെൽപ്പ് ചെയ്യും. ഫ്രണ്ട്സിനോട് സംസാരിക്കുക, യോഗ, എക്സസൈസ്, സോങ്സ് കേൾക്കുക. ജേർണലിംഗ് പറയുന്നൊരു സംഭവമുണ്ട്. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡയറിയിൽ, പണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ ഡയറിയിൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ എഴുതി സൂക്ഷിച്ച് വെച്ച് സീക്രട്ട് ഡയറി, ആ സംഭവം തന്നെ. നമ്മൾ ആ ദിവസം നമുക്ക് വരുന്ന ഇമോഷൻസും കാര്യങ്ങളും നമ്മളുടെ ഒരു ഡയറിയിൽ നോട്ട് ചെയ്താൽ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ഫോർ ദ മൈൻഡ്. കാരണം നമ്മളിത് ആരോടും പറയുന്നില്ലല്ലോ, നമ്മൾ എക്സ്റ്റേണലി ഒരു ഒബ്ജക്റ്റിനോട് ഇത് എക്സ്പ്രസ് ചെയ്യുവാണ്. ആ മെൻ്റൽ ലോഡ് നമ്മളുടെ ബ്രെയിനിൽ നിന്ന് കുറഞ്ഞു പോകും. ഇറ്റ് ഹെൽപ്സ്. പിന്നെ കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, അങ്ങനെ CBT പറയുന്ന കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പറയുന്നൊരു സംഭവം.